എവിടെ പോവാ ചേട്ടാ? ഉള്ളിലോട്ട് പോവാ. എല്ലാരും ഉണ്ടോ? പിന്നല്ലാതെ. കാതുകുത്തിയൻ്റെ പരിക്കുകളൊക്കെ കഴിഞ്ഞ് കൺമണിയും ഒക്കെ ആയി. നമ്മൾ നാട്ടിൽ പോയി വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് അവളുടെ മുടിയൊക്കെ മുട്ടയടിച്ചതിന് ശേഷം. അപ്പോൾ മോൻ ഗ്രേഡ് 5 ആയത് കാരണം നമുക്ക് ഈ പ്രാവശ്യം അവന് ഈ ഒരു വർഷം മുഴുവൻ അവന് സ്വിമ്മിംഗ് പൂളിൽ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് മോൻ മുമ്പ് ചോദിക്കുന്നത് കേട്ടില്ലേ, അവൻ്റെ കാർഡ് എടുത്തിട്ടുണ്ടോന്ന്, ID കാർഡ്. പക്ഷെ നമുക്കറിയണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. കൺമണിക്കും ഫ്രീ ആണ്. അങ്ങനെ എന്തായാലും നമ്മൾ എല്ലാം ഒരുങ്ങി റെഡിയായി കൺമണിയും കൊണ്ട് ആദ്യമായിട്ട് പൂളിലോട്ട് പോകാം കേട്ടോ. നമ്മൾ മലേഷ്യയിൽ പോയപ്പം ആ ഇൻഫിനിറ്റി പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പൂളിൽ പോവാം. അവളുടെ ഫുഡും ഈ പറഞ്ഞ പോലെ എല്ലാ ബാഗൊക്കെ റെഡിയാക്കി ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ മുറ്റത്തിറങ്ങിയപ്പോൾ അവൾ ഇവിടെ എപ്പോഴും അടുത്ത് തന്നെ എയർപോർട്ട് ആയതുകൊണ്ട് എപ്പോഴും പ്ലെയിൻ പോകുന്ന കാണാം. അപ്പോൾ അതിങ്ങനെ കാണിക്കും, പ്ലെയിൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ പോകുന്നത് ഇങ്ങനെ കാണിച്ചു തരും. അതിങ്ങനെ ഒരു എവറി 5 മിനിറ്റ്സ് പൊക്കോണ്ടിരിക്കുന്ന കാണാം കേട്ടോ. ഇവിടെ സ്റ്റുഡൻറ്റ് പൈലറ്റ്സ് ഒക്കെ പഠിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ കാണാം. മഴയൊക്കെ ഉള്ള ഒരു ഇങ്ങനെ കണ്ടില്ലേ, ഒക്കെ ക്ലൗഡി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഈവനിങ് ടൈമിൽ, രാവിലെ ആയിരുന്നു പ്രഷേറിന് ജോലി. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലാണ് പോകാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഒരു ദിവസം പോലും മര്യാദയ്ക്ക് അവൾ ആ കാർ സീറ്റിലൊന്നും ഇരിക്കാറില്ല. അതിലിരുത്തി ബെൽറ്റ് ഇടുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ അതിശയത്തോടെ ആലോചിക്കാറുണ്ട്, ഇവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ്. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ റൂൾസൊക്കെ. എന്നിട്ട് ഈ കുട്ടികളൊക്കെ ഇതിൽ ഇരിക്കുന്നുണ്ടോയെന്ന്. എൻ്റെ മോൾ ഇരിക്കാറേ ഇല്ല. ഈ ഒരു സാധനം ഞാനില്ലേ അവൾക്ക് വേണ്ടിയിട്ട് ഷെയ്നിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതൊക്കെ ഊതി വീർപ്പിച്ച് വെച്ചു, അവളതിനകത്ത് ഇരിക്കുമല്ലോ എന്നൊക്കെ കരുതി. പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ. അവളതിനകത്ത് ഇരിക്കുകയൊക്കെ ചെയ്തു, വെള്ളത്തിലൊക്കെ കളിച്ചു. നമുക്ക് അവിടെ അലൗഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ പൂളിനകത്തുള്ള വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ കുറേ നേരം പൂളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. വരുന്ന വഴിക്ക് നമ്മൾ മെക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.